ബംഗ്ലാദേശി പൗരൻ അഞ്ചൽ പോലീസിന്റെ പിടിയിൽ. കേരള പോലീസിന്റെ തീവ്രവാദ വിരുദ്ധ സ്ക്വാഡിന്റെയും അഞ്ചൽ പോലീസിന്റെയും നേതൃത്വത്തിൽ നടത്തിയ സംയുക്ത പരിശോധനയിലാണ് ബംഗ്ലാദേശിൽ നിന്നുള്ള പൗരൻ അഞ്ചൽ പോലീസിന്റെ പിടിയിലാകുന്നത്. ബംഗ്ലാദേശിലെ നെൽഫാമറി ജില്ലയിലെ 35 വയസ്സുള്ള നാസിറുൾ ഇസ്ലാമാണ് പോലീസിന്റെ പിടിയിലായത്. 2023 മുതൽ വ്യാജ ആധാർ കാർഡ് ഉപയോഗിച്ച് കൊല്ലം ജില്ലയുടെ പല സ്ഥലങ്ങളിലും ഹനീഫ് അലി എന്ന പേരിൽ ഇയാൾ ജോലി നോക്കുകയായിരുന്നു. അടുത്ത സമയത്തായി കൊട്ടിയം കേന്ദ്രീകരിച്ച് ബംഗ്ലാദേശ് സ്വദേശി പോലീസിന്റെ പിടിയിലായിരുന്നു. കശുവണ്ടി ഫാക്ടറികളിലും മറ്റുമാണ് ഇവർ കൂടുതലായും ജോലി ചെയ്തിരുന്നത്. പോലീസ് നടത്തിയ ശക്തമായ അന്വേഷണത്തിലും ചോദ്യം ചെയ്യലിലും കൊട്ടിയത്തു നിന്നും പിടിയിലായ ആളിൽ നിന്നും ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് കേരള പോലീസിന്റെ തീവ്രവാദ വിരുദ്ധ സ്ക്വാഡും അഞ്ചൽ പോലീസും ചേർന്ന് ഇപ്പോൾ ബംഗ്ലാദേശ് സ്വദേശിയെ പിടികൂടിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം രാത്രിയിൽ തീവ്രവാദ വിരുദ്ധ സ്ക്വാഡും അഞ്ചൽ പോലീസും സംയുക്തമായി പരിശോധന നടത്തിയിരുന്നു. തുടർന്ന് നാസിറുൾ ഇസ്ലാമിനെ അഞ്ചൽ പുളിക്കോട് ആനാട് ഭാഗത്തുള്ള കശുവണ്ടി ഫാക്ടറിയിൽ നിന്നുമാണ് പിടികൂടിയത്. കഴിഞ്ഞ ഒരു മാസക്കാലമായി കശുവണ്ടി ഫാക്ടറിയിൽ ജോലി നോക്കി വന്നിരുന്ന ഇയാളുടെ പക്കൽ നിന്നും വ്യാജ ആധാർ കാർഡും പോലീസ് പിടിച്ചെടുത്തു. ഇയാളുടെ ഒറിജിനൽ ആധാർ കാർഡും കോവിഡ് സർട്ടിഫിക്കറ്റും ഇയാളുടെ ഫോൺ പരിശോധിച്ചതിൽ നിന്നും പോലീസിന് ലഭിച്ചു.